നിലമ്പൂർ MLA ആയിട്ടുള്ള PV അൻവറിനെതിരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് അവിടുത്തെ പ്രാദേശിക നേതാവായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത്. നമുക്കറിയാം, നിലമ്പൂർ നഗരസഭയുടെ ചെയർപേഴ്സണൊക്കെ ആയിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PV അൻവറിനെതിരെ മത്സരിച്ച് ഏകദേശം 12,000-ഓളം വോട്ടുകൾക്ക് പരാജയപ്പെട്ട ആളാണ്. ആര്യാടൻ ഷൗക്കത്തിന് വാസ്തവത്തിൽ കോൺഗ്രസിനകത്ത് പുല്ലുവിലയാണ്. കാരണം നിലമ്പൂരിൽ അപ്പുറത്തേക്ക് പിതാവിൻ്റെ തഴമ്പ് മകനിലേക്ക് കിട്ടണം എന്നാഗ്രഹിക്കുന്ന, അതല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ നെപ്പോക്കിഡ്, അതായത് ആധിപത്യം പിതാവിനുള്ളത് കൊണ്ട് അത് പാരമ്പര്യ അവകാശമാണ് എന്ന് വിചാരിക്കുന്ന ഒരാൾ മാത്രമാണ് ആര്യാടൻ ഷൗക്കത്ത്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിൽ മെച്ചമില്ലാതെ ഇങ്ങനെ പോകുന്നത്. കർമ്മനിരതനായി ഒന്നും പ്രവർത്തിക്കാൻ ആര്യാടൻ ഷൗക്കത്തിനെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. PV അൻവർ എന്നാൽ അങ്ങനെയല്ല. ഇപ്പോൾ കോൺഗ്രസ്സിന് ഒരു തുറുപ്പ് ചീട്ടായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പിണറായിയുടെ നെറുകേടുകൾ ഓരോന്നായി ഓരോ ദിവസവും വിളിച്ചു പറഞ്ഞുകൊണ്ട് കൃത്യമായും UDFിലേക്ക് ചായാൻ നിൽക്കുന്ന PV അൻവറിനെ തടയിടാൻ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാൻ ആര്യാടൻ ഷൗക്കത്ത് ശ്രമിക്കുമ്പോൾ അത് ആര്യാടൻ ഷൗക്കത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യം മാത്രമാണ്, UDFിൻ്റെ താല്പര്യമല്ല എന്ന് പല രീതിയിൽ പല നേതാക്കൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. മാത്യു കുഴൽനാടനും VT ബൽറാമും നിരവധിയായിട്ടുള്ള കോൺഗ്രസ് നേതാക്കളും പറഞ്ഞൊരു കാര്യമുണ്ട്: PV അൻവർ പറയുന്ന രാഷ്ട്രീയ നിലപാടുകളോട് 100% അവർക്ക് യോജിക്കാനേ ഈ സമയത്ത് കഴിയുന്നുള്ളൂ. കാരണം ഇന്നിൻ്റെ രാഷ്ട്രീയമാണ് ഏറ്റവും പ്രസക്തമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. ജോസ് കെ മാണിയും കൂട്ടരും വർഷങ്ങൾക്ക് മുമ്പ് UDF പാളയത്തിലായിരുന്നു. അവർ LDF പാളയത്തിൽ വന്ന് അഭയം പ്രാപിച്ചു. ഗണേഷ് കുമാർ UDFിൻ്റെ കൂടെയായിരുന്നു. ഗണേഷ് കുമാർ ഇപ്പോൾ LDF മന്ത്രിയാണ്. എന്ത് രീതിയിലുള്ള രാഷ്ട്രീയ സമീപനങ്ങളും പല നീക്കങ്ങളും വരാം. UDF പോസ്റ്റുകൾ, അതായത് സൈബർ പോസ്റ്റുകൾ, സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ വ്യക്തമാക്കുന്നൊരു കാര്യമുണ്ട്. ശിവസേന ഉദ്ധവ് വിഭാഗവും അതുപോലെ തന്നെ സന്ദീപ് വാര്യരും ഒക്കെ കൃത്യമായും ഹിന്ദുത്വ ഐഡിയോളജി പൂർണ്ണമായും അംഗീകരിക്കാത്ത, അതല്ലെങ്കിൽ അത് വോട്ട് കച്ചവടത്തിന് വേണ്ടി ശ്രമിക്കുന്ന രാഷ്ട്രീയത്തോട് വിയോജിപ്പ് കാണിച്ചവർ കോൺഗ്രസ് പാളയത്തിലേക്ക് സഹകരിക്കാൻ എത്തിയവരാണ്. PV അൻവറിന് എന്താ കോൺഗ്രസ് പാർട്ടി നിശ്ചിതമാണോ എന്ന വലിയ ചോദ്യം അവിടെ ആരായുകയാണ്. PV അൻവറിന് കോൺഗ്രസിലേക്ക് കയറണം എന്നൊരു ആഗ്രഹം പറഞ്ഞാൽ അതിനെ തള്ളിക്കളയാൻ കഴിയുമോ? അദ്ദേഹം നാലാൾ അറിയുന്നൊരു നേതാവാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു സ്പേസ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ട്. അദ്ദേഹത്തിന് നിലമ്പൂരിൽ ഇപ്പോഴും സ്വതന്ത്രനായി നിന്നാൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന കെൽപ്പുള്ള സ്ഥാനാർത്ഥിയാണ്. നിലമ്പൂരിൽ ഇനിയൊരു മത്സരം നടക്കട്ടെ, ആ മത്സരത്തിലും PV അൻവറിന് വിജയിച്ച് കയറാൻ കഴിയും. അവിടെയും സാധാരണക്കാരുടെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടാകും. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഴിമതിയും P ശശിയുടെ വലിയ തോതിലുള്ള ഇടപാടുകളെക്കുറിച്ചും ഭയമില്ലാതെ, ലേശം പോലും ഭയമില്ലാതെ വിളിച്ചു പറയാൻ ചങ്കുറപ്പുള്ള ഒരു നേതാവാണ് PV അൻവർ. അദ്ദേഹത്തിനെ കോൺഗ്രസിൽ K സുധാകരൻ അടക്കമുള്ള നേതാക്കൾക്ക് വ്യക്തിപരമായി വലിയ രീതിയിൽ ഇഷ്ടവുമാണ്. അദ്ദേഹത്തിനെ തടയാൻ, കോൺഗ്രസിലേക്ക് വരരുത് എന്ന് പറയാൻ ആര്യാടൻ ഷൗക്കത്ത് ആരാണ്? ഈ ചോദ്യമാണ് വീണ്ടും വീണ്ടും പ്രസക്തമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്.